എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സോളോ ട്രാവലിംഗ് ആണ് ട്രിവാൻഡ്രം ടു എറണാകുളം. ഒരുപാട് നാളത്തെ ആഗ്രഹവും സ്വപ്നവുമൊക്കെയാണ് എനിക്ക് ഈ ഒരു യാത്ര. സന്തോഷവും അതിലേറെ വിഷമവും നിറഞ്ഞ നിമിഷമായിരുന്നു. രാവിലെ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കട്ട പോസ്റ്റായിട്ടിരിക്കുകയാണ്. ട്രെയിൻ കുറച്ച് ലേറ്റാണ്. എല്ലാ പ്രശ്നങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ട്രാവലിംഗ്. അങ്ങനെ ഞാൻ ആ ട്രെയിനിൽ കയറി. ഈ യാത്രയുടെ ലക്ഷ്യം RLV കോളേജാണ്. അവിടെ ഇന്ന് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഞാൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ ഓട്ടോയിൽ കോളേജിലെത്തി. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അങ്ങനെയാണ് ഞാനൊരു പുതിയ ഫ്രണ്ടിനെ പരിചയപ്പെട്ടത്. പക്ഷേ RLV കോളേജിൽ സെലക്ഷൻ കിട്ടിയില്ല. എന്നാലും വിഷമമില്ല. അടുത്ത കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ നിരന്തരം നടത്തി. അങ്ങനെ നെക്സ്റ്റ് കോളേജിലേക്കുള്ള ഇൻ്റർവ്യൂവിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി. രണ്ടാം തവണയും കോളേജിലേക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യത്തേക്കാളും ടെൻഷൻ കൂടുതലായിരുന്നു. പക്ഷേ എങ്ങനെയായാലും ദൈവസഹായമോ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ സെലക്ഷൻ കിട്ടി. വളരെയധികം സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഫാമിലിയിൽ നിന്നും വളരെ അധികം എതിർപ്പായിരുന്നു. പോകണ്ട എന്നാൽ എല്ലാവരും ഒറ്റ സ്വരത്തിലായിരുന്നു. എനിക്ക് എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും മനസ്സിലാകാത്തത് ഇവരെല്ലാം എന്തുകൊണ്ടാണ് പോകണ്ട എന്ന് പറയുന്നതിനെയാണ്. അങ്ങനെ സെലക്ഷനൊക്കെ കിട്ടിയെങ്കിലും പോകണ്ട എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. എങ്കിലും ഞാൻ പോകുമെന്ന ഉറച്ച തീരുമാനമെടുത്തു. എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമായിരുന്നു അത്. ആ തീരുമാനം എനിക്ക് എടുത്തേ മതിയാവുള്ളൂ. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. എങ്ങനെയൊക്കെയോ സമ്മതങ്ങൾ കിട്ടി. ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് വണ്ടി വിട്ടു. അവിടെ നിന്നത് വെളുപ്പിനുള്ള സീനാണ് ഈ കാണിക്കുന്നത്. ഞങ്ങൾക്ക് വെളുപ്പിനെയാണ് ട്രെയിനുള്ളത്. അപ്പം രാവിലെ എഴുന്നേറ്റ് എൻ്റെ മുഖമൊക്കെ കണ്ടു. കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് കരഞ്ഞ് നിലവിളിച്ചതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ എത്തി. അവിടെ നിന്ന് ഇനി രാവിലെ ഞങ്ങൾ ട്രെയിനിലാണ് പോണത്. ചേച്ചിയും ചേട്ടനുമാണ് കൂടെ വരുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പം കിച്ചണിൽ നിൽക്കുകയാണ്. ചായക്കുള്ള പാല് അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുമല്ലോ അല്ലേ. അപ്പം ഇനി ചൂടോടെ ഒരു ചായ കുടിക്കുമ്പോഴത്തേക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ കുറച്ച് ഉന്മേഷം കിട്ടും. അങ്ങനെ കാപ്പി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദോശച്ചട്ടി ചേച്ചി അടുപ്പത്ത് വച്ചേക്കുവാണ്. ചപ്പാത്തിയും കറിയും കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ എനിക്കുള്ള ചായ കിട്ടി. അപ്പം ഞാൻ ചൂടാറുന്നതിന് മുമ്പ് ചായ കുടിക്കട്ടെ. എനിക്ക് അങ്ങ് ഭയങ്കര ചൂട് വേണ്ട, എന്നാലും ഒരു മീഡിയം ലെവലിനുള്ള ചൂടോടുകൂടി എനിക്ക് ചായ കുടിക്കണം. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി റെഡി ആകണം. ചേച്ചി കുറച്ച് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചേച്ചി എനിക്കിതാ ചപ്പാത്തിയുടെ പാക്കറ്റ് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എല്ലാം റെഡിയാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുള്ളൊരു സീനാണ് ഈ കാണുന്നത്. ചേച്ചി വിൻഡോ സൈഡിലിരുന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്. രാവിലെ ഞങ്ങൾ കാപ്പിയൊന്നും കഴിക്കാതെ ഇറങ്ങി. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ആയിരിക്കാം. ചേട്ടൻ ഇവിടെ ഫോണിൽ ട്രെയിൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തി എന്നുള്ളത്. അങ്ങനെ ചേട്ടൻ ആ ഒരു ദൗത്യത്തിൽ അവിടെ ഇരിക്കുന്നു. അങ്ങനെ എവിടെ ഒരു സ്റ്റോപ്പിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എവിടെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോഴും ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. നെക്സ്റ്റ് മന്ദം ട്രെയിൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി.
ഫൈനലി അങ്ങനെ ഞങ്ങൾ എറണാകുളം നോർത്തിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചത് ചപ്പാത്തിയും ചമ്മന്തിയും ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് നേരെ അവിടെ നിന്ന് കോളേജിലേക്ക്. ബസ്സിൽ പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ ചേച്ചി നല്ല ടയേർഡായതുകൊണ്ട് ചേച്ചിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാണ് നേരെ കോളേജിലേക്ക് പോയത്. അങ്ങനത്തെ ഫൈനലി ഞങ്ങൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണം. അപ്പം നോർത്ത് ടൗൺ ഹാളിൽ നിന്നാണ് ഞങ്ങൾക്ക് ബസ് കയറേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ബസ്സിൽ പോകണില്ല, ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് തൃപ്പൂണിത്തറ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പായിട്ടാണ് എറണാകുളം വരുന്നത്. ഇതാണ് എറണാകുളം നോർത്ത് ടൗൺ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് കോളേജിലേക്കാണ് പോകുന്നത്. ബസ്സിൽ പോകുന്നത് ക്യാൻസൽ ചെയ്തു. പക്ഷെ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അവിടെയും ഇവിടെയും ആയിട്ടൊക്കെ നല്ല തിക്കിത്തിരിഞ്ഞായിരുന്നു വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയായാലും ഞങ്ങൾ കുറച്ച് ലേറ്റായെങ്കിലും കോളേജിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചേച്ചി നല്ല ടയേർഡാണ്. അങ്ങനത്തെ ഫൈനലി കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കോളേജിൻ്റെ ഫ്രണ്ട് വശം, സെൻറ്റ് തെരേസാസ് കോളേജ്. അപ്പം ഇവിടെയാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഞങ്ങൾ നേരെ കോളേജിനുള്ളിലൊക്കെ കയറുകയാണ്. അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തു, എല്ലാം സെറ്റാക്കിയിട്ട് ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നതാണ്. ഇനി എനിക്ക് ഹോസ്റ്റലും കൂടി ശരിയാക്കേണ്ടതുണ്ട്. അപ്പം അവിടെ നിന്ന് പിന്നെ കോളേജിൽ നിന്ന് തിരിച്ച് നേരെ ഞങ്ങൾ നോർത്തിലോട്ട് വരികയാണ്. നോർത്തിലാണ് ഞാൻ ഹോസ്റ്റൽ എടുത്തിരിക്കുന്നത്. അപ്പം അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിക്കണം. നാളെ മുതലാണ് കോളേജിൽ ക്ലാസ്സിന് കയറാനായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. ഇതാണ് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റൽ കേട്ടോ. അപ്പം ഹോസ്റ്റലിൽ കയറി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ ട്രെയിൻ കയറി. ട്രെയിനിലിരിക്കുമ്പോൾ കഴിക്കാനായിട്ട് വാങ്ങിയതാണിത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ചായയൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇതാ ചേച്ചി തലേ ദിവസം മാങ്ങയും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സംഭവവും നമുക്ക് ട്രെയിനിലിരിക്കുമ്പോൾ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയ ആളിതാ ഒരു ബോധവും ഇല്ലാതെ കിടക്കുന്നുണ്ട്. ചേച്ചിക്ക് ആകെ പ്രശ്നമായിരുന്നു. ഗ്യാസൊക്കെ കയറിയിട്ട് വൊമിറ്റിങ്ങും ടെൻഡൻസിയും ഒക്കെ ആയിരുന്നു. ചേച്ചി വരുന്ന വഴിക്കും തിരിച്ച് ഞങ്ങൾ പോയപ്പോഴൊക്കെ വലിയ ടയേർഡായിരുന്നു. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ നല്ല സേഫായിട്ട് നടന്നു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. അതിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും ചേട്ടൻ ട്രെയിനിൽ തിരിച്ച് ഞങ്ങൾ പോന്നപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ക്ഷീണിച്ച് ഉണങ്ങി കരിഞ്ഞു വാടിയിരിക്കുന്ന കണ്ടു ഞാൻ. അങ്ങനെ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇത് തിരിച്ച് ഞങ്ങൾ പോന്നപ്പോഴത്തേക്കും ഏതോ 6:30 6:45 ആ ഒരു ടൈമാണ് കേട്ടോ. ഏകദേശം 9:30 ആവാറായി ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്ക്. വർക്കല ശിവഗിരി സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.